നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യാചന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ച ശേഷം ഒരു ഉപമയും അവരോട് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ യാചിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും യേശു പറഞ്ഞ ഉപമയും കേവലം നമുക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ളതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പഴയ നിയമം പറയുന്നത് അത് ധൂപവർഗമാണെന്നാണ്. പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമത്തിലും അതുണ്ട്. അതായത്, എൻ്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ ധൂപമായി തീരട്ടെ എന്ന് സങ്കീർത്തനത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം അങ്ങനെയുമുണ്ട്. അതായത്, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം, അതായത് വിശുദ്ധ സ്ഥലത്തെ ഒരു ഉപകരണത്തെ ധൂപകലശമെന്ന് വിളിച്ചിട്ടുണ്ട്. ആ ധൂപകലശത്തിൽ 4 വസ്തുക്കളാണ് ഇടേണ്ടത്. 4 സുഗന്ധ വസ്തുക്കളാണ് ഇടേണ്ടത്. അത് നറുംപശ, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി, ഗുൽഗുലു. ഇതെല്ലാം ഒരു സ്ഥലത്തുള്ളതല്ല, പല സ്ഥലത്തുള്ളതാണ്. ഇതിന് ഓരോന്നിനും അങ്ങനെ പ്രത്യേക ഒരു സുഗന്ധമില്ല. എന്നാൽ അത് 4 കൂടെ കൂടി വ്യാപരിക്കുമ്പോൾ വലിയ സുഗന്ധമാണ്. പക്ഷെ ഒരു കാര്യം, ഇത് വീട്ടാവശ്യത്തിനായിട്ട് ആ സുഗന്ധം ഉപയോഗിക്കരുത്. അത് വിശുദ്ധമാണ്, അത് ദൈവസന്നിധിയിൽ മാത്രം ഉള്ളതാണ്. ഈ 4 സുഗന്ധവർഗ്ഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ, അത് കത്തിക്കുമ്പോൾ അതിൻ്റെ സൗരഭ്യം ദൈവത്തിന് പ്രസാദമായി തീരുകയാണ്, സുഗ്രാഹ്യമായി തീരുകയാണ്. പുതിയ നിയമം പറയുന്നത് വിശുദ്ധന്മാരുടെ ആ ധൂപം പ്രാർത്ഥനയാണ് എന്നാണെങ്കിൽ ഈ 4 കൂട്ടം കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീമോഥെയോസിന്റെ ലേഖനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ പറയുന്നത് സ്തുതിയും സ്തോത്രവും യാചനയും പക്ഷപാതവും, ഇങ്ങനെ 4 കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ സ്തുതിക്ക്, അതായത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്നല്ലേ ആരംഭിക്കുന്നത്. അതാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. നാം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ച, നമ്മെ മക്കളാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ മഹത്വവും വലിപ്പവും അതോർത്താണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. അവിടുന്ന് സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ്, ന്യായാധിപനാണ്, ആരാധ്യനാണ്, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്, സ്നേഹസമ്പന്നനാണ്, നീതിമാനാണ്, വിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവ വിശേഷങ്ങൾ, ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും എല്ലാം ഓർത്താണ് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കേണ്ടത്. രണ്ടാമത് സ്തോത്രമാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത്, നമുക്കായാലും മറ്റുള്ളവർക്കായാലും ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത കാര്യങ്ങൾ ആകണമെന്നില്ല, ദൈവം മറ്റുള്ളവർക്ക് ചെയ്ത കാര്യം. അപ്പോൾ ദൈവം സഹായിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ് എന്നുള്ളത് മറ്റുള്ള അനുഭവത്തിൽ ഉണ്ടായതായാലും അത് പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നതാണ് സ്തോത്രം എന്നുള്ളത്. മൂന്നാമത്തേത് യാചനയാണ്. യാചന എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാക്ക്, ഒരു ചടങ്ങെന്നുള്ള നിലയിൽ ഉരുവിടുന്നതല്ല. തന്നെ പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധി ഹൃദയം പകരുന്നതാണ്. അതായത് യാചന എന്ന് പറയുന്നത് ഒരു ഭിക്ഷക്കാരൻ
നമ്മെ സമീപിച്ചിട്ട് എനിക്കെന്തെങ്കിലും തരണം എന്ന് ഒരു വാക്ക് പറയുകയല്ലോ, പിന്നെയും നമ്മോട് ആവശ്യപ്പെടുകയല്ലേ, പ്ലീസ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയല്ലേ. അതാണ് യാചന. നാലാമത്തേത് ആണ് പക്ഷപാതം. അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഈ 4 കാര്യം ഉണ്ടായിരിക്കണം. അതിലെ 2 കാര്യം നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി, 2 കാര്യം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും. ഇത് മറക്കാൻ പാടില്ല. അല്ലാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം, നമ്മുടെ കുട്ടി ജയിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിവാഹം നടക്കണം, അല്ലെങ്കിൽ നമുക്ക് വീടുണ്ടാകണം, നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകണം, നമ്മുടെ കടഭാരം മാറണം, ഇങ്ങനെയുള്ള നമ്മുടെ ഏതെങ്കിലും അത്യാവശ്യ കാര്യം തന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എല്ലാവരും പറയുക, ഒറ്റയ്ക്ക് പറയുക, പകല് പറയുക, രാത്രി പറയുക, ഈ കാര്യം സാധിക്കുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. മറിച്ച് തീർച്ചയായിട്ടും അവിടുന്ന് സദ്ഗുണങ്ങളുടെ നിറകുടമായ ദൈവമാണ്. അതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. അനേകരെ സഹായിച്ചിട്ടുള്ള, എന്നെയും സഹായിച്ചിട്ടുള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എനിക്കും നന്മ വേണം, മറ്റുള്ളവർക്കും നീ നന്മ നൽകണം. പിന്നെ എൻ്റെ ഈ ആവശ്യത്തിൽ നീ സഹായിക്കണമേ എന്ന് യാചിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിന് പ്രസാദമായ ധൂപം, പ്രസാദമായ പ്രാർത്ഥന. ഇവിടെ കർത്താവ് യാചിപ്പീൻ എന്ന് പറയുകയാണ്. അതായത് നമുക്കും തുല്യം മറ്റുള്ളവർക്കും വേണ്ടി യാചിക്കാൻ, ഒരു വാക്ക് പ്രാർത്ഥിക്കുകയല്ല, ഒരു ചടങ്ങായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ആ ദൈവസന്നിധി ഇങ്ങനെ ഹൃദയം പകർന്നുകൊണ്ട് യാചിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തതായിട്ട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തുമെന്നാണ്. 3 മുട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമുഖം അന്വേഷിക്കുക, ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ധ്യാനിക്കുക, അതാണ്. പിന്നെ മുട്ടിക്കൊണ്ടിരിക്കുക, ദൈവം തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടേയിരിക്കുക, ഇതാണ്. അപ്പോൾ കർത്താവ് പറയാണ്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, മുട്ടുന്ന ഏവനും തുറക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു. നമ്മൾ യേശുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി, അതുകൊണ്ട് ദൈവം തന്നുകൊള്ളും എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഭാഗത്ത് അത് ദൈവസന്നിധിയിൽ ഒരു യാചകനെ പോലെ, ഒരു ദരിദ്രനെ പോലെ ദൈവസന്നിധിയിൽ ലജ്ജ കൂടാതെ നമ്മുടെ ആവശ്യം പറയാൻ, ഒപ്പം മറ്റുള്ളവരുടെ ആവശ്യം പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.